ഈവനിങ്ങിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് വെള്ളരിക്ക ചട്നി. ഇത് ഭയങ്കര ടേസ്റ്റുമാണ്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പച്ചമുളക് എണ്ണയിൽ നല്ലോണം വാട്ടിയെടുക്കുക. മുളക് വാട്ടിയെടുത്ത പോലെ തക്കാളിയും ഇതേപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്താൽ ഇത് ഒരു ഷേപ്പിൽ വാട്ടിയെടുക്കുക. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പച്ചമുളക് വാട്ടിയെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് തക്കാളിയും വാട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കാം. ഇടുന്ന ആ ടൈമിൽ നമുക്ക് വെള്ളരിക്ക ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കുരു കളയരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കട്ട് ചെയ്തതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പീസ് നമുക്കൊന്ന് മാറ്റിയേക്കാം. അത് ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അതെങ്ങനെ ലാസ്റ്റ് കാണിച്ചു തരാം. തക്കാളി ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു കരിഞ്ഞ മോഡലിൽ ഇങ്ങനെ വാടി കിട്ടണം കേട്ടോ. തക്കാളി നമുക്ക് ജാറിലേക്ക് മാറ്റാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ലോണം ഒന്ന് ക്രാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. നേരത്തെ വഴറ്റിയെടുത്ത പച്ചമുളക് പാടെ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ വെള്ളരിക്ക, അരിഞ്ഞു വെച്ച വെള്ളരിക്ക ഇതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൂന്നും നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും നല്ലോണം ഒന്ന് ക്രാഷ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിടാം. അതിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും. മറ്റേ ഉപ്പിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കൂടുക ഈ കല്ലുപ്പിനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രമിക്കുക. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. നമ്മളത് ക്രാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. നമ്മൾ അടിച്ചെടുത്ത അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളരിക്ക ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചെറിയ കടി വരും. മറ്റേ വെള്ളരിക്ക ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും വേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കടുക് വറുത്തെടുത്തത് ഇതിലേട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.